ബിഗ് ബോസ് മലയാളം സീസൺ 7 എക്സ്ക്ലൂസീവ് ലൈവ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 8ാമത്തെ ആഴ്ച എവിക്ഷൻ ലിസ്റ്റിലുള്ള 11 പേർക്ക് കിട്ടിയ വോട്ട് വിവരങ്ങൾ എത്രയാണെന്ന് ഇവിടെ പരിശോധിക്കുകയാണ്. അനീഷ്, ഷാനവാസ്, ലക്ഷ്മി, അക്ബർ, ജിസേൽ അടക്കം ഏകദേശം 11 പേരാണ് ഇത്തവണ നോമിനേഷൻ ലിസ്റ്റുള്ളത്. അതിൽ വോട്ടാക്കാണ് കൂടുതൽ, ഏറ്റവും കുറവാരാണ്, ഈ ആഴ്ച ആര് പുറത്താകും എന്നൊക്കെ വിശദമായി നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. 1ാം സ്ഥാനത്തുള്ളത് അനീഷാണ്. അനീഷിന് കിട്ടിയിരിക്കുന്നത് 29,000 വോട്ടാണ്. ശക്തമായ മത്സരമാണ് അനീഷ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കോമണറുടെ പവർ എന്താണെന്ന് അറിയിച്ചുകൊണ്ടാണ് അനീഷ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. തൊട്ട് താഴെ 2ാം സ്ഥാനത്തുള്ളത് അനീഷിൻ്റെ ഉറ്റ സുഹൃത്തായ ഷാനവാസാണ്. ഷാനവാസിന് കിട്ടിയിരിക്കുന്നത് 27,600 വോട്ടാണ്. അതായത് അനീഷിനേക്കാളും വളരെ കുറച്ച് വോട്ടുകൾ മാത്രമേ കുറവുള്ളൂ. ഏത് നിമിഷം വേണോ അനീഷിനെ മറികടന്ന് ഷാനവാസിന് ചിലപ്പോൾ ഒന്നാമതെത്താനുള്ള ചാൻസസ് ആർ ഹൈ. 3ാം സ്ഥാനത്ത് നമുക്കറിയാം അനീഷും ഷാനവാസും കഴിഞ്ഞാൽ പിന്നെ 3ാം സ്ഥാനത്തുള്ളത് ലക്ഷ്മിയാണ്. ലക്ഷ്മിക്ക് 21,000 വോട്ടുകളാണുള്ളത്. ശക്തമായ മത്സരം ലക്ഷ്മി കാഴ്ചവെക്കുന്നുണ്ട്. കാര്യം കഴിഞ്ഞ ആഴ്ചയിലെ ആ ഒരു പെർഫോമൻസ് ഇപ്പോഴും ലക്ഷ്മിയുടെ ഭാഗത്തു നിന്നുള്ള വോട്ട് ബാങ്കിൽ ഉണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4ാം സ്ഥാനത്തുള്ളത് അക്ബറാണ്. അക്ബറിന് കിട്ടിയിരിക്കുന്നത് 20,600 വോട്ടാണ്. ബിഗ് ബോസ് വീട്ടിലെ ഒരു എൻ്റർടൈനറും അതിലുപരിയായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരാൾ കൂടിയാണല്ലോ അക്ബർ. അപ്പോൾ അക്ബറിന് സ്വാഭാവികമായിട്ടും അത്യാവശ്യം നല്ല വോട്ട് ബാങ്ക് ഉണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നു. 5ാം സ്ഥാനത്തുള്ള ജിസേലിന് കിട്ടിയിരിക്കുന്നത് 17,600 വോട്ടാണ്. ജിസേലും ഈ പറഞ്ഞതുപോലെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നോമിനേഷൻ വരുന്നത്. അതനുസരിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ജിസേൽ ഇപ്പോൾ വോട്ട് പിടിക്കുന്നുണ്ട്. 6ാം സ്ഥാനത്തുള്ള നമ്മുടെ അഭിലാഷിന് കിട്ടിയിരിക്കുന്നത് 15,300 വോട്ടുകളാണ്. അഭിലാഷും സ്ട്രോങ് ആയിട്ടുള്ളൊരു മത്സരം കാഴ്ചവെക്കുന്നുണ്ട്. തുടർച്ചയായിട്ട് നോമിനേഷൻ വരാതിരുന്നിട്ടും അഭിലാഷിന് അത്യാവശ്യം വോട്ട് കിട്ടുന്നുണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പിന്നെയുള്ളത് ജിഷിനാണ്. ജിഷിന് കിട്ടിയിരിക്കുന്നത് 12,780 വോട്ടുകളാണ്. അനുമോളുടെ ഒരു ഫാൻസിൻ്റെ സപ്പോർട്ട് ജിഷിന് കിട്ടുന്നുണ്ട് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കാര്യം ജിഷിൻ വലിയ ആക്റ്റീവ് ആണെങ്കിൽ പോലും ഇത്രയും വോട്ട് കിട്ടാനുള്ളൊരു പെർഫോമൻസ് ഉണ്ടോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. ജിഷിന് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ബിന്നിക്ക് കിട്ടിയിരിക്കുന്നത് 11,000 വോട്ടുകളാണ്. ബിന്നിയും കഴിഞ്ഞ ആഴ്ച അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ട് പെർഫോം ചെയ്ത ഒരു മത്സരാർത്ഥിയാണ്. നല്ല രീതിയിലുള്ള കണ്ടന്റ് എല്ലാം കൊടുത്തു. ആദിലയുടെ ഇരട്ടത്താപ്പൊക്കെ പൊളിച്ചതുകൊണ്ട് അത്യാവശ്യം വോട്ട് ബിന്നിക്ക് കിട്ടി എന്ന് മനസ്സിലാക്കുന്നു. പിന്നെയുള്ള ഒരു അത്ഭുതമായിട്ടുള്ളൊരു വോട്ട് കൂടിയത് സാബുമാനാണ്. സാബുമാന് 9,100 വോട്ടാണ്. എനിക്ക് തോന്നുന്നു ആരിനെയും ആദിലയൊക്കെ പുറത്താക്കാൻ വേണ്ടി പ്രേക്ഷകർ മനഃപൂർവ്വം നമ്മുടെ സാബുമാന് വോട്ട് കുറച്ച് കൊടുക്കുന്ന അല്ലെങ്കിൽ വോട്ട് കൂട്ടി കൊടുക്കുന്നതാണോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടുണ്ട്. സാബുമാൻ കഴിഞ്ഞാൽ പിന്നെ 10ാം സ്ഥാനത്തുള്ള ആദിലയ്ക്ക് കിട്ടിയിരിക്കുന്നത് 8,400 വോട്ടാണ്. ആദില ഡേഞ്ചർ സോണിലാണ്. ഏത് നിമിഷം വേണോ പുറത്താവാനുള്ള സ്കോപ്പുള്ള ഒരു മത്സരാർത്ഥി കൂടിയാണ് ആദില പുറത്തായാൽ 100 എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും അവസാന സ്ഥാനത്തുള്ളത് ആര്യനാണ്. ആര്യന് കിട്ടിയിരിക്കുന്നത് 8,300 വോട്ടാണ്. ആദിലയും ആര്യനും തമ്മിൽ വലിയ രീതിയിലുള്ള വോട്ട് വ്യത്യാസം അവിടെ ഇല്ല. സ്വാഭാവികമായിട്ട് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും ആദിലയാണോ ആര്യനാണോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വിട പറയുന്നതെന്ന്. എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഇതുപോലെയുള്ള ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റുകളും എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകളും ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.